വെൽക്കം ബാക്ക് ഗൈസ്. എല്ലാവർക്കും സുഖമായിരിക്കുന്നല്ലോ. ഞാൻ വന്നിരിക്കുന്നത് അധികം ആരും ട്രൈ ചെയ്യാത്തൊരു ഐറ്റവുമായിട്ടാണ്. ബെർലിനേഴ്സ് ഡോണറ്റ്, അതും പഴുത്ത ചക്ക കൊണ്ട്. ഡോണറ്റ് പ്രേമികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമല്ലോ. ഉണ്ടാക്കി നോക്കിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നമ്മൾ ചക്ക ഡോണട്ട് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ചക്ക ആദ്യമേ എടുക്കുന്നുണ്ട്. നല്ല പഴുത്ത മധുരമുള്ള ചക്കച്ചോളം നോക്കി വേണം എടുക്കാൻ, അപ്പോഴേ ടേസ്റ്റ് കിട്ടും. അപ്പൊ നമ്മൾ ഇത്രയും ചക്ക എടുത്തിട്ടുണ്ട്. അപ്പോ നമുക്ക് ഈ ചക്കച്ചോളയില വളരെ കനം കുറച്ച് ഒന്ന് അരിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് എത്രമാത്രം കനം കുറയ്ക്കാവോ അത്രയും നല്ലത്. നമ്മളിവിടെ 1.5 കപ്പ് ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് കാരമലൈസ് ചെയ്തെടുക്കാം. നമ്മളൊരു ചീനിച്ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച് ചക്ക ചേർക്കാം. നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര 2 തവണ ചേർക്കാം. ഇനി പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഉരുക്കി മെൽറ്റായിട്ട് വരട്ടെ. ഇത് ചക്കയായിട്ട് നല്ലതായിട്ട് യോജിച്ച് കുറുകി വരട്ടെ. ഞാനൊരു 1/8 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിന് വെള്ളത്തിൽ കലക്കിയെടുക്കാം. നമ്മുടെ പഞ്ചസാരയും ചക്കയും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ കോൺഫ്ലോർ ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിന് തണുക്കാന് മാറ്റി വെക്കാം. ഞാൻ ഇവിടെ ഒരു 20 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ 20 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരുന്നത്. നന്നായിട്ട് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ചക്കയായിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. നേരത്തെ കുറച്ച് പഞ്ചാരയായിട്ട് വിളയിച്ച് വെച്ചിരുന്നത് ചക്കയില്ലേ, അത് ആയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയി കിട്ടണം. ഇതാണ് നമ്മുടെ ഫില്ലിങ്സ്. അതിന് ഡോ തയ്യാറാക്കുന്നതിന് 2 കപ്പ് മൈദയും 6 ടേബിൾ സ്പൂൺ മൈദയും എടുക്കാം. ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചാര ഇടാം. നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് നെയ്യ് കൂടി ചേർക്കാം. ഇനി ഒരു കപ്പ് പാല് കൂടി ചേർക്കാം. ചെറു ചൂട് പാല് വേണേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചൂടാറുമ്പോൾ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ആദ്യം നല്ല സ്റ്റിക്കി ആയിട്ട് തോന്നുമെങ്കിലും കുറച്ച് വരുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് വരും. ഏകദേശം ഒരു 10-15 മിനിറ്റ് എങ്കിലും ഇതുപോലെ കുഴക്കണം. ഇന്ന് എനിക്ക് കൂട്ടായി അനിയത്തിക്കുട്ടി കൂടെ നന്ദനെ ഉണ്ടായിരുന്നു. അവളും കുറെ ഹെൽപ്പ് ചെയ്തു തന്നു. അപ്പൊ എല്ലാവരും നന്ദനിക്കൊരു ഹായ് പറയുമോ? ഒപ്പം എന്റെ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ മാവ് നല്ല സ്മൂത്ത് ആയി വന്നിട്ടുണ്ട്.
ഇനി കുറച്ച് മാവ് എടുത്ത് ഒന്ന് വിടർത്തി നോക്കിയാൽ പൊട്ടിപ്പോവാതെ ഇരിക്കണം. അതാണ് പരുവം. ഇനി ഈ മാവ് നമുക്ക് ഉരുട്ടി ഒരു ബൗളില് അടച്ചു വെക്കാം. മാവിന്റെ സൈസ് ഡബിൾ ആയിട്ടുണ്ട്. എയർ കളഞ്ഞിന് എടുക്കാം. ഇതിനി കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് എടുക്കാം. ഞാൻ മാവ് ഇവിടെ നീളത്തിൽ ഉരുട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണ്ട വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. ഞാനിവിടെ 9 പീസസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഓരോ പീസുകളും നല്ല ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കുക. ഞാനിവിടെ കൊച്ചു ബോൾസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും വലുപ്പത്തിൽ എടുക്കാം. ഇനി ഉരുളകൾ ഒരു അരമണിക്കൂർ കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒന്നുകൂടി ഒന്ന് പൊങ്ങി വരട്ടെ. ഞാനിവിടെ വറക്കാൻ ആവശ്യമായിട്ടുള്ള ഓയില് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോണറ്റ് ബോൾസ് ചേർത്ത് വറുത്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നിടം വരെ തിരിച്ചും മറിച്ചുമിട്ട് വറുത്തെടുക്കുക. ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ഡോണറ്റ് കൂടി വറുത്തെടുക്കുക. ഞാനിവിടെ കുറച്ച് സിനമൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബോൾസ് ഇട്ട് പഞ്ചാര പറ്റി പിടിക്കുന്നതിന് വരെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഇത് നമുക്ക് ഈ ഡോണറ്റിന് ഇങ്ങനെ അകത്തായിട്ട് ഇത് കുഴിയെടുക്കാം. നമുക്കൊരു പൈപ്പിംഗ് ബാഗോ അല്ലെങ്കിൽ ഒരു സാധാ കവറോ എടുക്കാം. ഒരു ഹോൾ ഇട്ട് ഒരു നോസിൽ നമുക്ക് അതിലിടാം. എന്നിട്ട് നമ്മളെടുത്ത് ചക്കയും ചോക്ലേറ്റും മിശ്രിതം ഇതിലേക്ക് നിറയ്ക്കാം. എന്നിട്ട് നമ്മൾ ഒരു ഹോൾ ഇട്ടിരുന്നു, ആ ഹോൾ ഇട്ടതിലേക്ക് ഈ ചക്കൻ ചോക്ലേറ്റ് മിശ്രിതം ചേർക്കാം. സാമാന്യം വലിപ്പമുള്ള ഹോൾ ഇടണം. എന്നിട്ട് ഫില്ലിങ്സ് നന്നായിട്ട് ആഡ് ചെയ്യുകയും വേണം. അപ്പോൾ നമ്മൾ എല്ലാ ഡോണറ്റ്സും ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഒന്ന് കഴിച്ചു നോക്കാം.
ചക്കപ്പഴവും ചോക്ലേറ്റും കൂടിയുള്ള കോമ്പിനേഷൻ സൂപ്പർ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ്. ചക്കപ്പഴവും ചോക്ലേറ്റും ഇഷ്ടമുള്ളവർക്ക് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. So see you with next video. Bye from Achu.